മലയാള സിനിമ സമീപകാലത്ത് നേടുന്ന വലിയ വിജയങ്ങളുടെ തുടർച്ചയാണ് ഫഹദ് ഫാസിൽ നായകനായ ആവേശം. ഫഹദ് ഫാസിലിനെ പുനരവതരിപ്പിക്കുന്നുവെന്ന വിശേഷണവുമായി എത്തിയ ചിത്രത്തിൽ അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഒരു വേറിട്ട കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ രംഗ എന്ന ഗാങ്സ്റ്ററാണ് ഫഹദിന്റെ കഥാപാത്രം. സ്പൂഫ് ഘടകങ്ങൾ അടങ്ങിയ ഈ കഥാപാത്രത്തിന്റെ മീറ്ററിൽ ഫഹദ് മലയാളത്തിൽ മുൻപൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടില്ല എന്നുറപ്പാണ്. തിയേറ്ററിൽ വൻ വിജയം നേടുന്ന ചിത്രത്തിന്റെ ഒരു പുതിയ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഇതും സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം നേടിയിരുന്നു. അടുത്ത നിമിഷം എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ ഏറ്റവും അടുത്ത ആളുകൾക്ക് പോലും മനസ്സിലാവാത്ത തരത്തിലുള്ള ആളാണ് രംഗ. അതേസമയം രസകരമായ പല സ്വഭാവ വിശേഷങ്ങളും അയാൾക്കുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തൻ്റെ കലാഭിരുചികളൊക്കെ പ്രദർശിപ്പിക്കാറുള്ള രംഗയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ പോലും ആരും തനിക്ക് ലൈക്ക് തരുന്നില്ല എന്ന പരാതിയുമുണ്ട്. ഫഹദിന്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത 2002 പുറത്തിറങ്ങിയ കയ്യെത്തും ദൂരത്ത്. എന്നാൽ ചിത്രം പരാജയപ്പെടുകയായിരുന്നു. അഭിനയത്തിൽ നിന്ന് 7 വർഷത്തെ ഇടവേളയെടുത്ത ഫഹദ് വിദേശത്ത് പഠനത്തിനായി പോയിരുന്നു. അതേസമയം ആവേശം വലിയ വിജയമായി തിയേറ്ററുകളിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. ശേഷം നിരവധി സിനിമകൾ ചെയ്ത് ഇപ്പോൾ ആവേശം വലിയ വിജയമായി തിയേറ്ററുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഷാ പ്രേക്ഷകർക്കിടയിലും ചിത്രം ശ്രദ്ധ നേടുന്നുണ്ട്. അതേസമയം തന്നെ സൗഹൃദവും സിനിമയും പ്രണയവും ഒത്തുചേർന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം ആവേശത്തിനൊപ്പം തന്നെ ചേർന്ന് നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വർഷങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബിൽ ഇടം നേടുകയും ചെയ്തു. മെറിലാൻഡ് സിനിമാസ് നിർമ്മിക്കുന്ന ചിത്രം വേണു മുരളി എന്ന 2 ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സൗഹൃദവും സിനിമ എന്ന സ്വപ്നവുമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലുമാണ് ചിത്രത്തിൽ നായകന്മാരായി എത്തുന്നത്. പ്രണവ് മോഹൻലാൽ നായകനായി ഹൃദയം നിർമ്മിച്ച മെറിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വൈശാഖ് സുബ്രഹ്മണ്യം തന്നെയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ വിശാഖ് സുബ്രഹ്മണ്യം കൂട്ടുകെട്ടിൽ 50 കോടി നേടുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം. വിനീത് ശ്രീനിവാസൻ തന്നെ തിരക്കഥയൊരുക്കുന്ന ചിത്രത്തിൽ പ്രണവും ധ്യാനുമൊപ്പം നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. വമ്പൻ കയ്യടികളാണ് നിവിൻ്റെ കഥാപാത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അജു വർഗീസ്, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, നീരജ് മാധവ്, നീത പിള്ള, അർജുൻ ലാൽ, അശ്വന്ത് ലാൽ, കലേഷ് രാംനാഥ്, ഷാൻ റഹ്മാൻ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം നിർവഹിച്ച ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളി, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, വിശാഖ് സുബ്രഹ്മണ്യം എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇത്. മെറിലാൻഡ് സിനിമാസ് തന്നെയാണ് ചിത്രം ഇന്ത്യ ഒട്ടാകെ തിയേറ്ററുകളിൽ എത്തിച്ചത്. നിർമ്മാണ കമ്പനിയായ ധർമ്മ പ്രൊഡക്ഷൻസ് മെറിലാൻഡ് സിനിമാസ് നിർമ്മിച്ച ചിത്രത്തിന്റെ ഹിന്ദി, തമിഴ്, തെലുങ്ക് റീമേക്ക് അവകാശവും കരസ്ഥമാക്കിയിട്ടുണ്ട്. റെക്കോർഡ് തുകയ്ക്കാണ് ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സും ഓവർസീസ് റൈറ്റ്സും വിറ്റുപോയതും. കല്യാൺ ജുവലേഴ്സ് ആണ് ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് പാർട്ണർ. ആവേശം വർഷങ്ങൾക്ക് ശേഷം ഈ 2 സിനിമകളും 2 വ്യത്യസ്ത തലങ്ങളിൽ ഉള്ളതാണ്. എന്നിരുന്നാൽ പോലും 2 ചിത്രങ്ങളും ഒരുപോലെ പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിച്ചു. ആവേശത്തിൻ്റെ ആവേശം സിനിമ തുടങ്ങുന്നത് മുതൽ ഒടുക്കം വരെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ സിനിമയിൽ എടുത്തു പറയേണ്ട പ്രത്യേകത അത് ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രമായ രംഗ തന്നെയാണ്. കാരണം മറ്റുള്ള കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ പോലും മുഴുവൻ ശ്രദ്ധയും ഫഹദിന്റെ രംഗ എന്ന കഥാപാത്രത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നതായി കാണാം. ഇതിന് കാരണം ഫഹദിന്റെ രംഗ എന്ന കഥാപാത്രത്തിലേക്കുള്ള ഒരു പരകായ പ്രവേശം തന്നെയാണ്. അപ്രതീക്ഷിതമായ രംഗങ്ങൾ കോർത്തിണക്കി തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ആവേശത്തിലാക്കുന്നുണ്ട് ഈ ചിത്രം. ഓരോ ആക്ഷൻ സീനിലെയും ആക്ഷൻ കൊറിയോഗ്രാഫിയെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ആക്ഷനും കോമഡിയും ഓരോ സീനുകളിലെയും രസകരമായ മുഹൂർത്തങ്ങളും ഈ ചിത്രം ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഓരോ പ്രേക്ഷകനും നൽകുന്നത്. ഇതിനെല്ലാം നേരെ വിപരീതമായ ഒരു ദൃശ്യാനുഭവമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം സമ്മാനിക്കുന്നത്. തുടക്കം മുതൽ ഇടവേള വരെ ചില പ്രേക്ഷകർക്കെങ്കിലും വളരെ മന്ദഗതിയിലാണ് ചിത്രം പോകുന്നതെന്ന് തോന്നിയേക്കാം. യഥാർത്ഥത്തിൽ വിനീത് ശ്രീനിവാസിന്റെ ഹൃദയം എന്ന സിനിമ പോലെ തന്നെ വളരെ ഹൃദ്യമായ ഒരു ചലച്ചിത്രമാണിത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ സിനിമ. ഏകദേശം ഹൃദയം എന്ന ചിത്രം തുടങ്ങി ഇന്റർവെൽ വരെ എത്തുമ്പോൾ എന്താണോ മനസ്സിൽ തോന്നുന്നത് അതേ അനുഭവം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ പകുതി വരെ എത്തുമ്പോൾ തോന്നുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കുറച്ചുകൂടി വേറൊരു തലത്തിലേക്കാണ് ഈ ചിത്രം സഞ്ചരിക്കുന്നത്. സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് അതിനുവേണ്ടി മുൻപോട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. സ്വപ്നവും സൗഹൃദവും രണ്ടും ഈ ചിത്രത്തിൽ ഇഴുകിച്ചേർന്നിട്ടുണ്ട്.
ഒരു വശത്ത് ആവേശം പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുമ്പോൾ മറുവശത്ത് വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരെ യാഥാർത്ഥ്യങ്ങളുടെ സ്വപ്നലോകത്ത് എത്തിക്കുന്നു. ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല ആവേശമാണോ വർഷങ്ങൾക്ക് ശേഷമാണോ ഏറ്റവും മികച്ചതെന്ന്. രണ്ട് ചിത്രങ്ങളും രണ്ട് രീതിയിലാണ് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയിരിക്കുന്നത്. ഒരു പ്രേക്ഷകൻ പോലും തിയേറ്ററിൽ നിന്നിറങ്ങി ഈ രണ്ട് ചിത്രങ്ങളെക്കുറിച്ചും മോശം പറയാൻ ഇടയില്ല. ഇനിയും ഫഹദിന്റെ ആവേശകരമായ മറ്റു കഥാപാത്രങ്ങളും എത്തുമെന്ന് ഈ ഒരു സിനിമയോടുകൂടി എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാലിനെയും ഇതുവരെ കാണാത്ത രീതിയിലുള്ള അഭിനയ മികവിൽ കാണാൻ സാധിക്കും. എന്തായാലും രണ്ട് മികച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ രണ്ട് ചിത്രങ്ങളും ഏതൊക്കെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം.